പ്രിയമുള്ളവരെ, ഫോർട്ട് കൊച്ചിയിലെ കാണാക്കാഴ്ചകൾ തേടിയെത്തിയ ഞങ്ങൾക്കൊപ്പമാവട്ടെ ഇത്തവണത്തെ യാത്ര. നമുക്ക് അത്ര പരിചിതമല്ലാത്ത ഒരു സംഗീതോപകരണം, സ്റ്റീൽ ടങ് ഡ്രം. ഹാൻഡ് പാൻ, ടാങ്ക് ഡ്രം എന്നീ പേരുകളിലും അറിയപ്പെടാറുണ്ട്. സ്വരങ്ങള് ഒരു ഫിക്സഡ് അതിലപ്പുറത്തെ മാറ്റാൻ പറ്റില്ല, ട്യൂൺ ചെയ്യാൻ പറ്റില്ല. നോട്ട് ട്യൂണിങ്. എങ്ങനെ വെച്ചാലും അതിൽ തന്നെ ആയിരിക്കും, ഒരു മൂഡിൽ അങ്ങനെ. പ്രസിദ്ധ സിനിമാ താരം ശ്രീ മമ്മൂട്ടി അഭിനയിച്ച ബിഗ് ബി എന്ന ചലച്ചിത്രം ഷൂട്ട് ചെയ്ത വീടിന് മുന്നിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. താല്പര്യമുള്ള ആർക്കും ഇവിടെ താമസിക്കാനുള്ള സൗകര്യം ഈ കെട്ടിട ഉടമ ഒരുക്കിയിട്ടുണ്ട്. വാസ്കോ ഹോം സ്റ്റേ. നിങ്ങൾക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാം. 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കകാലത്ത് പോർച്ചുഗീസുകാർക്ക് വേണ്ടി പണിത ഈ കെട്ടിടം ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങളുടെ തനിമ ചോർന്നു പോകാതെ ഇപ്പോഴും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഫോർട്ട് കൊച്ചിയിലെ പ്രസിദ്ധമായ പ്രിൻസസ് സ്ട്രീറ്റിൻ്റെ പഴയകാല പെരുമ ഇന്നും അതേപടി നിലനിർത്തുന്നുണ്ടെന്ന് നിസ്സംശയം പറയാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യൂറോപ്യൻ രീതിയിൽ നിർമ്മിച്ച ഇവിടുത്തെ കെട്ടിടങ്ങൾ പൊളിക്കുന്നതിനോ പുതിയ രീതിയിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനോ ഉള്ള അനുവാദം കൊച്ചി നഗരസഭ നൽകാറില്ല. കൊച്ചിയിലെത്തുന്ന സഞ്ചാരികൾ ഏറെ ഇഷ്ടപ്പെടുന്ന തെരുവാണ് ഇത്. ഫോർട്ട് കൊച്ചി കടപ്പുറത്ത് മത്സ്യം പിടിക്കുന്ന ആളുകളുടെ അടുത്താണ് നിൽക്കുന്നത്. 2 പേര് ഇവിടെ നമ്മുടെ മുന്നിൽ വല വീശാൻ തയ്യാറായി നിൽക്കുകയാണ്. കരയിൽ നിന്നും വീശുവലയെറിഞ്ഞ് മത്സ്യം പിടിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ ആളെറിയാൻ പോവുകയാണ്. അദ്ദേഹവും വല വീശി കഴിഞ്ഞു. 2 പേരും വീശിയ വല കരയിലേക്ക് വലിച്ചു കയറ്റുന്ന ദൗത്യമാണ് നിർവഹിക്കുന്നത്. ഈ ദൃശ്യമെല്ലാം കണ്ട് ആസ്വദിക്കുകയാണ് ഞങ്ങളുടെ കൊച്ചു മോനും. ഇതാ ഇവിടെ അരയോളം വെള്ളത്തിൽ നിന്ന് മറ്റൊരാളിതാ മത്സ്യം പിടിക്കുന്ന തിരക്കിലാണ്. സായാഹ്ന സൂര്യൻ്റെ പൊൻപ്രഭയേറ്റ് കടലും കരയും സ്വർണ്ണവർണ്ണമാകുന്നതൊരപൂർവ കാഴ്ചയാണ്. ധാരാളം ആളുകൾ ഈ പ്രദേശത്ത് ഇങ്ങനെ മത്സ്യം പിടിച്ച് അവരുടെ ജീവസന്ധാരം നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ചീനവലകളും രാവിലത്തെ മത്സ്യബന്ധനമൊക്കെ കഴിഞ്ഞ് സായാഹ്ന വിശ്രമത്തിലാണ്.
കൊച്ചി തുറമുഖത്ത് നിന്നും കടലിലേക്ക് ചെറിയൊരു കപ്പൽ പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. AD 1503 കൊച്ചി രാജാവിൽ നിന്നും ഒരു കോട്ട പണിയാൻ അനുവാദം ലഭിച്ച പോർച്ചുഗീസുകാരാണ് ഫോർട്ട് ഇമ്മാനുവൽ എന്ന ഒരു കോട്ട കൊച്ചി കടൽ തീരത്ത് പണിതത്. AD 1500 കൊച്ചിയിലെത്തിയ പോർച്ചുഗീസ് നാവികനായിരുന്ന പെഡ്രോ അൽവാരസ് കബ്രാളാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഇന്ത്യയിൽ യൂറോപ്യന്മാർ പണിത ആദ്യ നിർമ്മിതിയാണ് ഫോർട്ട് ഇമ്മാനുവൽ എന്ന ഫോർട്ട് കൊച്ചി. അവർ ഈ കോട്ടയ്ക്ക് ചുറ്റും യൂറോപ്യൻ മാതൃകയിലുള്ള ഒരു കൊച്ചു പട്ടണവും പള്ളികളും വീടുകളും സംഭരണശാലകളും പണിതു. പട്ടാള കേന്ദ്രവും ഭരണകേന്ദ്രവും ആയിരുന്ന കോട്ടയിലെ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് വലിയ തോതിൽ സുഗന്ധദ്രവ്യങ്ങൾ, പ്രത്യേകിച്ച് കുരുമുളക്, യൂറോപ്പിലേക്ക് കപ്പൽ മാർഗം കയറ്റി അയച്ച് നമ്മുടെ സമ്പത്ത് കൊള്ളയടിച്ചു. AD 1663 പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുത്തതോടെ ഈ തുറമുഖവും അവരുടെ അധീനതയിൽ വന്നു. 1663 മുതൽ 1795 വരെ ഇവിടം ഭരിച്ച ഡച്ചുകാരാണ് ഈ ഒരു തുറമുഖ നഗരത്തെ സാംസ്കാരിക കേന്ദ്രം കൂടിയാക്കി മാറ്റിയത്. AD 1795 ഈ പ്രദേശം ബ്രിട്ടീഷ് ആധിപത്യത്തിലേക്ക് വന്നതോടെ ഈ തുറമുഖവും ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായി. ഇക്കാലയളവിലാണ് ബ്രിട്ടീഷ് വാസ്തുവിദ്യയിലുള്ള ധാരാളം കെട്ടിടങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ പണി കഴിക്കപ്പെട്ടത്. AD 1341 മഹാവെള്ളപ്പൊക്കത്തിൽ പ്രകൃത്യാ രൂപം കൊണ്ട ഈ തുറമുഖം ആധുനിക രീതിയിൽ വികസിപ്പിച്ചത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ മദ്രാസ് പ്രവിശ്യയിലെ ഗവർണറായിരുന്ന ലോർഡ് വില്ലിംഗ്ടന്റെ കാലത്താണ്. സ്വതന്ത്ര ഇന്ത്യയിൽ വർഷങ്ങൾക്കിപ്പുറം വൻകിട നിക്ഷേപങ്ങൾ കൊച്ചി തുറമുഖത്തിന് ലഭിക്കുകയും ദക്ഷിണേന്ത്യയിൽ അറബിക്കടൽ തീരത്തെ പ്രധാന തുറമുഖങ്ങളിലൊന്നായി കൊച്ചി തുറമുഖം വികസിക്കുകയും ചെയ്തു. കൊച്ചി തുറമുഖത്തു നിന്നും സഞ്ചാരികളെയും കൊണ്ട് മുംബൈയിലേക്ക് പുറപ്പെട്ട കോഡേലിയ എന്ന ക്രൂയിസ് കപ്പലാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ കാണുന്നത്. 2000-ഓളം യാത്രക്കാരെ വഹിക്കാൻ കഴിയുന്ന ഈ കപ്പലിൽ 600-ൽ പരം ക്രൂ മെമ്പേഴ്സ് ഉണ്ട്. 11 ഡെക്കുകളിൽ 5 ഡെക്കുകളിലായി 796 ക്യാബിനുകളുള്ള ഈ കപ്പലിൽ 10-ലധികം ഭക്ഷണശാലകളുണ്ട്. 2 സ്വിമ്മിംഗ് പൂളും 740 സീറ്റുകളുള്ള റോയൽ തിയേറ്ററും ഉള്ള ഈ കപ്പലിൻ്റെ നീളം 211 മീറ്ററാണ്. ഏറെ ആഡംബരപൂർണമായ ഒരു ലോകം സഞ്ചാരികൾക്ക് മുന്നിൽ തുറന്നിടുന്ന ഒരു ക്രൂയിസ് കപ്പലാണിത്. നോർഡിക് എംപ്രസ് എന്ന പേരിൽ ഫ്രാൻസിൽ പണിത ഈ കപ്പൽ നീറ്റിലിറക്കിയത് 1990-ലാണ്. 2021-ൽ ഇന്ത്യാസ് കോഡേലിയ ക്രൂയിസസ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. മുംബൈ, ഗോവ, കൊച്ചി, ചെന്നൈ, ലക്ഷദ്വീപ് എന്നീ ആഭ്യന്തര സർവീസുകളും ശ്രീലങ്ക, പടിഞ്ഞാറൻ ഏഷ്യ തുടങ്ങിയ അന്താരാഷ്ട്ര യാത്രകളും ഈ കപ്പൽ സംഘടിപ്പിക്കുന്നുണ്ട്. ഫോട്ടോ ഗാലറി, ലൈബ്രറി, ഫിറ്റ്നസ് സെൻറ്റർ, സ്പാ, സോന, ജാക്കുസി, റോക്ക് ക്ലൈംബിംഗ് വാൾ എന്നിങ്ങനെ അത്യാഡംബരപൂർണമായ യാത്ര സഞ്ചാരികൾക്കായി സഞ്ചരിക്കുന്ന ഒരു കൊട്ടാരമാണ് കോഡേലിയ എന്ന് പറയാം. ധാരാളം വിദേശ സഞ്ചാരികളെയും ആഭ്യന്തര സഞ്ചാരികളെയും കൊച്ചിയിലേക്ക് എത്തിക്കുന്ന കോഡേലിയ കേരളത്തിൻ്റെ ടൂറിസം വികസനത്തിൽ വലിയ പങ്കാണ് വഹിക്കുന്നത്. ഈ മനോഹര കപ്പലിൻ്റെ ഡെക്കിന് മുകളിൽ തിങ്ങി നിറഞ്ഞു നിന്നിരുന്ന യാത്രക്കാർ അങ്ങ് അകലെ നിന്നും കൈവീശിക്കൊണ്ട് ഞങ്ങളോട് യാത്ര പറഞ്ഞു.
ഈ കാഴ്ചകളെല്ലാം ഞങ്ങളുടെ കൊച്ചുമോൻ അമൻദേവിൽ വലിയ ആവേശമുണ്ടാക്കി. കോടേലിയയ്ക്ക് പിറകിലായി മറ്റൊരു കൊച്ചു കപ്പലും കൊച്ചിയിൽ നിന്നും യാത്ര പോവുകയാണ്. ഈ കപ്പലിൻ്റെ ബാൽക്കണിയിൽ നിൽക്കുന്നവരും കൈവീശിക്കൊണ്ട് ഞങ്ങളോട് യാത്ര പറയുകയുണ്ടായി. ഇതൊക്കെ ഇവിടത്തുകാർക്ക് സാധാരണ കാര്യമാണെങ്കിലും ഞങ്ങൾക്കൊരു പുതിയ അനുഭവമായിരുന്നു. ഫോർട്ട് കൊച്ചിയിലെ സായാഹ്നം സഞ്ചാരികൾക്ക് മുന്നിൽ തുറന്നിടുന്നത് തികച്ചും വേറിട്ടൊരു അനുഭവമാണ്. കൊച്ചിയുടെ പൈതൃകം സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു വികസന നയമാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നത്. ഇത് കൊച്ചിയുടെ സാംസ്കാരിക തനിമ നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ആ നിലയ്ക്ക് ചരിത്രപരമായും സാംസ്കാരികമായും പഴയകാല പ്രൗഢി നിലനിർത്തുന്ന ഫോർട്ട് കൊച്ചി നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ധാരാളം സഞ്ചാരികൾ കൊച്ചിയിലെത്തുന്നുണ്ട്. ആഭ്യന്തര ടൂറിസവും നാൾക്കുനാൾ വളർന്നു വരുന്നു. കൊച്ചിയിലെ കാഴ്ചകൾ ഇനിയും ഒട്ടേറെയുണ്ട്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.